മനുഷ്യൻ ജനിച്ചതും ജീവിക്കുന്നതും സെക്സിന് വേണ്ടിയാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഒരു ഇംഗ്ലീഷ് കവി എഴുതിയിട്ടുണ്ട്, വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. അത് സെക്സിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ സെക്സിലും അത് ആപ്ലിക്കബിൾ ആണ്. ഈ ലിവിങ് ടുഗദറുകാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ ആ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സെക്സിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അതിനൊരു ഉത്തമ ലക്ഷ്യമുള്ളപ്പോഴാണ്. അതാണ് ഞാൻ നേരത്തെ സൂക്ഷിച്ചത്. സെക്സിന്റെ പരിശുദ്ധമായ സെക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പിറവിയെ ലാക്കാക്കിയുള്ള സെക്സാണ്. അങ്ങനെ പിറവിയെ ലാക്കാക്കിയുള്ള സെക്സാണ് ബെക്കർ സൂചിപ്പിക്കുന്ന സെക്സ്. അത്തരം ഒരു സെക്സ് അല്ല ഈ ലിവിങ് ടുഗദറുകാര് ഉദ്ദേശിക്കുന്നത്. ലിവിങ് ടുഗദറുകാർ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള സെക്സാണ്? ഉത്തരവാദിത്ത ബോധമില്ലാത്ത അഴിഞ്ഞാട്ടത്തിന്റെ സെസ്. അങ്ങനെ ഈ അഴിഞ്ഞാട്ടത്തിന്റെ സെസ്സിന് പോകുന്നവരാണ് ലിവിങ് ടുഗദർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവര്. അതായത് അവർക്കൊരു കുഞ്ഞ് വേണ്ട, ഈ കുഞ്ഞ് വേണ്ട എന്ന് വെച്ചു, പക്ഷെ യാദൃച്ഛികമായിട്ട് ഒരു കുഞ്ഞ് പിറന്നു എന്ന് വെച്ചിട്ട് ഓക്കെ, അത് ആംനിയോസിന്തസിസ് ടെസ്റ്റ് നടത്തി ഭ്രൂണം അത് ടെസ്റ്റ് നടത്തേണ്ട, ഒരു ഭ്രൂണം പിറന്നു എന്നറിയുമ്പോൾ സ്ത്രീക്കറിയാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അത് പിന്നെ അബോർട്ട് ചെയ്ത് കളയാനുള്ള MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അങ്ങനെ MTP ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തായാലും അവിടെ സെക്സ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ പരിശുദ്ധമായ സെക്സ് അല്ല, വികലമായ സെക്സ് ആണ്. അപ്പൊ അതുപോലെ വികലമായ സെക്സുമായി മുൻപോട്ട് പോകുന്നവര് യാദൃച്ഛികമായിട്ടൊരു കുഞ്ഞുണ്ടായി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ലിവിങ് ടുഗദറിലാണല്ലോ തുടങ്ങിയത്, അവർക്ക് കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞായി, രണ്ട് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴാണ് സ്വരച്ചേർച്ചയില്ലായ്മ വരിക. സ്വരച്ചേർച്ചയില്ലായ്മ വരുമ്പോൾ വിട്ടുപോകുന്നു എന്നിരിക്കട്ടെ. ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദിസ് ചിൽഡ്രൻ? അമ്മ മാത്രം. അപ്പൊ സിംഗിൾ മദർ ഓർ സിംഗിൾ പേരന്റ് ചൈൽഡ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് എല്ലാ സമൂഹങ്ങളും ഇപ്പോൾ സിംഗിൾ പേരന്റ് ചിൽഡ്രന് ഒരുപാട് ആനുകൂല്യങ്ങൾ അത്തരം അമ്മമാർക്കും അല്ലെങ്കിൽ അത്തരം അച്ഛന്മാർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കൊടുത്താലും അച്ഛനും അമ്മയും ചേർന്ന് കുട്ടികളെ വളർത്തുന്ന ആ ഓപ്റ്റിമത്തിലേക്ക് ഒരമ്മ മാത്രം വളർത്തിയാൽ, ഒരച്ഛൻ മാത്രം വളർത്തിയാൽ കുട്ടികൾക്ക് വളർന്നെത്താൻ പറ്റുകയില്ല. അപ്പൊ ഈ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ പലപ്പോഴും ലിവിങ് ടുഗദറുകാർക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മടുത്തു കഴിയുമ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ അച്ഛന്റെ വഴിക്ക്, അമ്മ അമ്മയുടെ വഴിക്ക്. കുട്ടികളുടെ വഴി ഏതാണപ്പോൾ? കുട്ടികൾ വഴിയില്ലാത്തവരായി, അനാഥ ബാല്യങ്ങളായി, അനാഥ യൗവനങ്ങളായി മുൻപോട്ട് പോകുന്നു. അത്തരം ഒരു സമൂഹത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആര് പറഞ്ഞാലും അവരെ നാം തീർച്ചയായും അംഗീകരിക്കരുത് എന്നാണ് ഒരമ്മയും ഒരു വല്യമ്മയുമായ എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം? അത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ വായിച്ചിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഭഗവത്ഗീതയിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, അങ്ങനെ അതായത് അതുപോലെ തന്നെ ഖുറാനിൽ നിന്ന് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ എന്താ പറയുക പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളെ വലിച്ചു ചീന്തി കളയാനുള്ളതല്ല, ആ പൂമൊട്ടുകളെ വിരിഞ്ഞ് അതിന്റെ ഓപ്റ്റിമം വ്യക്തിത്വത്തിലേക്ക് വിരിഞ്ഞ് വികസിക്കേണ്ടവരാണ്. അവരാണ് അടുത്ത ലോകം എന്ന് പറയുന്നത്, അടുത്ത തലമുറ എന്ന് പറയുന്നത്. അപ്പം അവരെ ആ ഓപ്റ്റിമത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവരുടെ അച്ഛനും അമ്മയും പ്രകൃതിദത്തമായിട്ട് മരിച്ചു പോകുന്നു അവരിൽ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ ദൈവം തന്നെ കണ്ടുകൊള്ളുവാനുള്ള മാർഗം. പക്ഷെ അല്ലാത്ത പക്ഷം അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടാകണം. അതുകൊണ്ട് ലിവിങ് ടുഗദർ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ നിരാകരിക്കണം. അത് നല്ലതല്ല എന്ന് തന്നെ നമ്മൾ പറയണം. അതായത് നമ്മളത് തീർച്ചയായിട്ടും വലിയ ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരായിട്ട് വിരൽ ചൂണ്ടണം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സർക്കാരുകളുടെ ആ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പോകുന്നത്. രാത്രി ലൈഫ്, നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് എന്താ ഉള്ളത്? നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് മാനവീയം വീഥി. ആ മാനവീയം വീഥിയിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. രാത്രി 12 മണിക്ക് അവിടെ പോലീസ് കാവലൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നടക്കാവുന്ന അവിഹിതങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത മകനുമൊത്ത് മാനവീയം വീഥിയിൽ ഒരു ദിവസം, മകനും മകന്റെ കുടുംബവും ഉണ്ടായിരുന്നു. പിന്നെ 12 മണിയായപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞ് പൊതുജനത്തോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ചെന്നത്. അപ്പൊ പോലീസും ഒക്കെ ഉണ്ട്. അവിടെ ഒഴിഞ്ഞു, 12 മണി വരെ പാടുള്ളൂ, ഒഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ പോലും
സ്ത്രീയും പുരുഷനും കൂടി പിന്നെ വളരെ ചേർന്ന് ചേർന്ന് ഇരിക്കുന്നു. അപ്പോൾ പല പല സ്ത്രീകളും പല പുരുഷന്മാരും അങ്ങനെ ചേർന്നിരിക്കുന്നത് കണ്ടു. അല്ലാതെ വേറെ അവിഹിതങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ ഈ ചേർന്നിരിപ്പ് തന്നെ ഈ പറയപ്പെട്ടതുപോലെ കുറച്ച് നാൾ അവർ ചേർന്നിരിക്കും. അവരിവിടെ ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ ബാംഗ്ലൂരുകാരായിരിക്കും, ചിലപ്പോൾ മറ്റ് മഹാരാഷ്ട്രക്കാരായിരിക്കും, ചിലപ്പോൾ ഡൽഹിക്കാരായിരിക്കും. അവർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും ഒക്കെ ജോലിക്ക് വന്നു. അപ്പോൾ എനിക്ക് ഒറ്റ സംശയമുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നൈറ്റ് ലൈഫിന് വേണ്ടി സർക്കാർ എന്തിനാ ഇങ്ങനെ ഒരു പ്രത്യേക മാനവീയ വീതി പോലെ ഒരു വീതി കണ്ടെത്തിയിരിക്കുന്നത്? അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അവിടെ സംഗീതമുണ്ട്, അവിടെ എന്താ പറയുക, ഗെറ്റ് ടുഗെദർ മീൻസ് ഗ്രൂപ്പായിട്ട് കൂടുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു വീതിയുള്ളത് നല്ലതാണ്. പക്ഷേ ഈ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു വീതി എന്ന പേര് തന്നെ കൊള്ളരുതാത്ത പേരാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും നൈറ്റ് ലൈഫ് മനുഷ്യന് വേണ്ടത് കുടുംബത്തിനകത്ത്, വീടിനകത്താണ്. അവിടെ ഉണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ സുഹൃത്തുക്കൾ വീട്ടിൽ ചേർന്ന് സൗഹൃദം പങ്കുവെക്കാവുന്നതാണ്. അപ്പൊ നൈറ്റ് ലൈഫ് എന്തുകൊണ്ട് അവനവന്റെ വീട്ടിൽ നടത്തേണ്ട നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഓഫീസിൽ പോകും, ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് അല്ലേ? ടെക്നോ പാർക്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ നൈറ്റ് ലൈഫിൽ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ടതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവർക്കാർക്കും അവരുടെ ഓഫീസ് ലൈഫിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിരിക്കാൻ ഒക്കില്ല. അപ്പൊ നൈറ്റില് ജോലിയിൽ പോകേണ്ടവർക്ക് ജോലി സ്ഥലത്ത് ജോലി തന്നെ ചെയ്യണം. പിന്നെ വീട്ടിലിരിക്കേണ്ടവരുടെ കുടുംബമുണ്ട്, അവരാ കുടുംബത്ത് പോയിരിക്കട്ടെ. അപ്പൊ അവിവാഹിതർക്ക് അവിഹിതമായി അതാണ് അവിഹിതം മാത്രമല്ല, അവിടെ ഹിതവും നടക്കുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഇങ്ങനെ ഒരു പ്രോത്സാഹനം ഗവൺമെന്റിന്റെ ചെലവിൽ അവിടെ ഡ്യൂട്ടിക്ക് പോലീസിനെ ഇട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ ലിവിങ് ടുഗദറിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പശ്ചാത്തലമൊരുക്കലാണ് എന്ന ഒരു ചിന്ത എനിക്കുണ്ട്. ആ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത്തരം ചിന്തകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ തീർച്ചയായിട്ടും പരസ്യമായിട്ട് മാധ്യമങ്ങൾ വഴിയും ഒക്കെ പറയണം. അങ്ങനെ ഗവൺമെന്റ് അറിയണം, അങ്ങനെ പൊതുജനം അറിയണം. ആ വെറുതെ ആവശ്യമില്ലാതെ സ്വന്തം കുടുംബത്തിൽ സമയം ചെലവഴിക്കേണ്ടത്, ഇപ്പൊ പിന്നെ സ്വന്തം വീട് വിട്ട് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുന്നവരാണെങ്കിലും ഈ പാതിരാത്രി സമയത്ത് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് അതുകൊണ്ട് അവരുടെ ലൈഫില് ഡീവിയേഷൻ, തിന്മയിലേക്കുള്ള ഡീവിയേഷൻ അല്ലാതെ നന്മയിലേക്കുള്ള ഒരു കയറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ നാം വിളിച്ചു പറയണം. വിളിച്ചു പറയുക മാത്രമല്ല, അതിനെതിരെ വിളിച്ചു പറയുന്നത് എതിർപ്പിന്റെ ശബ്ദത്തോടു കൂടിയായിരിക്കണം. അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലിവിങ് ടുഗെദർ, അതായത് സമൂഹം ഇഷ്ടപ്പെടാത്തതാണ് ലിവിങ് ടുഗെദർ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് ഇപ്പോഴല്ല, കതിരിന്മേലല്ല വളം വെക്കേണ്ടത്, അതാണ് ഭ്രൂണത്തിലേ തുടങ്ങണം. അവിടെയാണ് ബെക്കറിന് നോബൽ പ്രൈസ് കൊടുക്കേണ്ടത്. ഒരു അമ്മയുടെ ഭ്രൂണത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് എന്താണ് പറയുക, മാനസിക പരിഭ്രാന്തിയോ വിഷമമോ ഒന്നുമില്ലാതെ നോർമലായിട്ട് വളർന്നു വരാനാണ് അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട പരിലാളനവും പോഷകാഹാരവും സ്നേഹവും ഒക്കെ കൊടുത്ത് ആ കുഞ്ഞൊരു മനുഷ്യ കുഞ്ഞായിട്ട് ജനിക്കുന്നത്. എന്നിട്ടോ പിന്നെ വരാനിരിക്കുന്ന 60 മാസക്കാലം 5 വയസ്സ് വരെ ഇതുപോലെ പരിരക്ഷ. ഈ 5 വയസ്സിനിടയ്ക്കാണ് അക്ഷരങ്ങളോടുള്ള സ്നേഹം ആ കുഞ്ഞിൽ പ്രവഹിക്കേണ്ടത്. എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെ ഉള്ളത് പഠിപ്പിക്കേണ്ടതൊക്കെ ആ പ്രായത്തിലാണ്. അപ്പൊ എല്ലാ നല്ല ഗുണങ്ങളും ആ കുഞ്ഞിലെ ഇൻജക്ട് ചെയ്യുന്നു ഈ 5 വയസ്സിനകം കൊണ്ട്. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് അധ്യാപകരുടെ കാര്യമാണ്. അധ്യാപകരുടെ കയ്യിൽ കുട്ടിയെ കിട്ടുന്നു. അധ്യാപകർ നല്ല കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ച് അവിടെ ആ ക്യാരക്ടർ ഫോർമേഷൻ, ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് എല്ലാ തുറകളിലുമുള്ള അധ്യാപകരാണ് കൈപിടിക്കുന്നത്. അപ്പൊ പേരൻസ് ഉണ്ട്, പക്ഷെ പേരൻസിന്റെ കൈ കിട്ടുന്ന സമയം കുറവാണ്, പകൽ സമയത്തൊക്കെ. അപ്പൊ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു, അധ്യാപകരിലൂടെ അത് പോകുന്നു, അങ്ങനെ വളർന്നാണ് ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് എത്തേണ്ടത്. ഈ പറയപ്പെട്ട തട്ടുകളിലൊന്നും ഈ അനാശാസ്യങ്ങളോ ജീവിതത്തിന്റെ, അതായത് ജീവിതം ഇങ്ങനെ എന്താ പറയുക, അനാശാസ്യമായി സന്തോഷിക്കാനുള്ളതല്ല. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന തരത്തില് അവന്റെ ആ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർന്ന് അവസാനം നാം എത്തിച്ചേരേണ്ടത്
ആ സർവ സൃഷ്ടിസ്ഥിതി ലയകാരകനായ ദൈവത്തിലാണ്. ആ ദൈവത്തിൽ എത്തിച്ചേരത്തക്ക രീതിയിൽ നാം ജീവിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഗുണപാഠങ്ങളാണ് ആദ്യം മുതലേ തുടങ്ങേണ്ടത്. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരും ആത്യന്തികമായി എത്തിച്ചേരുന്നത് സൃഷ്ടിസ്ഥിതി ലയകാരകനായ ഏക ദൈവത്തിലാണ്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ, അതായത് ലിവിങ് ടുഗെദറാ നല്ലത് എന്നൊന്നും പറഞ്ഞു പോവില്ല. വിവാഹം വേണ്ടാത്തവർക്ക് വിവാഹം വേണ്ട, അവർക്ക് ബ്രഹ്മചാര്യം, അത് തീർച്ചയായിട്ടും സാധ്യമാണ്. അങ്ങനെ നമുക്കറിയാം, മഹാമുനിമാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെല്ലായിടത്തുമുണ്ട് അങ്ങനെയുള്ളവര്, എല്ലാ മതങ്ങളിലുമുണ്ട്. അപ്പൊ അത് ഒരു പക്ഷേ വിവാഹിതരാകുന്നു എന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ, അതായത് ഒരു ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലുള്ള കുട്ടികളെ ദൈവം തരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ സൃഷ്ടിച്ച് വളർത്തി അങ്ങനെ ആക്കാനുള്ള താല്പര്യത്തോടു കൂടി തന്നെ